വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ 3rd ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ഡിഫക്ട്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് നോക്കാം, നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന പല രോഗങ്ങളുമുണ്ട്. അതിൽ കുറച്ച് രോഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഒരു ടേബിളായി കൊടുത്തിട്ടുണ്ട്, എല്ലാ ഡിസീസും അതിന് കാരണവും അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഷോർട്ട് സൈറ്റഡ്നെസ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എൻലാർജ്ഡ് ഐബോൾ. നമ്മുടെ ഐബോളിന് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട് അല്ലേ, ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ റൗണ്ട് ഷേപ്പാണ് നമ്മുടെ ഐബോളിന്. ഇതിനേക്കാളും അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുക അല്ലേ, ഐബോൾ എൻലാർജ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഷോർട്ട് സൈറ്റഡ്നെസ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് യൂസ് സ്പെക്ടാക്കിൾസ് വിത്ത് കോൺകേവ് ലെൻസ് ഓർ കോണ്ടാക്ട് ലെൻസ്. നമ്മൾ ഒന്നിക്കലും സ്പെക്ടാക്കിൾസ്, അതായത് കണ്ണട വെക്കണം. എങ്ങനത്തെ കണ്ണട? അതിനകത്തുള്ള ലെൻസ് എങ്ങനെയായിരിക്കണം? കോൺകേവ് ലെൻസ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മൾ എക്സ്ട്രാ കണ്ണിൻ്റെ മുകളിൽ കോണ്ടാക്ട് ലെൻസ് വെക്കാറില്ലേ, അത്തരത്തിലുള്ള കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യണം. അവിടെയും അതിലുള്ള ലെൻസ് എന്ത് ടൈപ്പ് ആയിരിക്കണം? കോൺകേവ് ലെൻസ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഡിസീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് ആദ്യത്തെ ഡിസീസ്. കാരണം എന്താണ്? എൻലാർജ്ഡ് ഐബോൾ ഉണ്ടാവുന്നതാണ് കാരണം. സ്പെക്ടാക്കിൾസ് യൂസ് ചെയ്യണം, കോൺകേവ് ലെൻസ് ആയിരിക്കണം അതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ സർജറി. ഇതാണ് ഇതിൻ്റെ പരിഹാരം. ഓക്കെ, ഇത്രയേ ഷോർട്ട് സൈറ്റഡ്നെസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഡിസീസ് ലോങ് സൈറ്റഡ്നെസ്. ഓക്കെ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് സൈറ്റഡ്നെസ്സിൻ്റെ കേസിൽ ഐബോൾ ഷോർട്ടൻ ചെയ്യുകയാണ് ചെയ്യുക, അതായത് ഐബോളിൻ്റെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു റീസണും കൂടിയുണ്ട്, കർവേച്ചർ ഓഫ് ദ ലെൻസ് ഡിക്രീസ്ഡ്. ലെൻസിൻ്റെ കർവേച്ചർ നന്നായിട്ട് കുറഞ്ഞു പോകുന്നതും ഈ രോഗത്തിന് കാരണമാണ്. ഓക്കെ, ഒന്നുകിൽ ഐബോളിൻ്റെ ലെങ്ത് കുറയുക, ഓക്കെ, ഐബോൾ ഷോർട്ടൻസ്, അതുപോലെ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഡിക്രീസ്ഡ്. ഇത് രണ്ടുമാണ് ലോങ് സൈറ്റഡ്നെസ്സിന് കാരണം. ഇനി എന്താണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? യൂസ് സ്പെക്ടാക്കിൾസ് വിത്ത് കോൺവെക്സ് ലെൻസ് ഓർ യൂസ് കോണ്ടാക്ട് ലെൻസ്. ഒന്നുകിൽ നിങ്ങൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്പെക്ടാക്കിൾസ് യൂസ് ചെയ്യുക. പക്ഷെ രണ്ടിലുള്ള ലെൻസ് എന്ത് ടൈപ്പ് ആയിരിക്കണം? കോൺവെക്സ് ലെൻസ് ആയിരിക്കണം. അതുപോലെ സർജറി ചെയ്തിട്ടും ഈ ഡിസീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാറ്റിയെടുക്കാവുന്നതാണ്. ദെൻ അസ്റ്റിഗ്മാറ്റിസം, ഇറഗുലർ ഷേപ്പ് ഓഫ് കോർണിയ. നമ്മുടെ കോർണിയയുടെ ഷേപ്പ് ഇറഗുലർ ആയി പോകുക, അതാണ് അസ്റ്റിഗ്മാറ്റിസത്തിന് കാരണം. ഓക്കെ, കോർണിയയുടെ ഷേപ്പ് എന്താവുക? ഇറഗുലർ ആയി പോകുന്നതാണ് അസ്റ്റിഗ്മാറ്റിസത്തിന് കാരണം. യൂസ് ചെയ്യേണ്ട ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ്. ഓക്കെ, അസ്റ്റിഗ്മാറ്റിസം വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ലെൻസ് എന്ത് ലെൻസാണ്? സിലിണ്ട്രിക്കൽ ലെൻസാണ്. ദെൻ കാറ്ററാക്ട്. കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ ഐ ലെൻസ് ബിക്കം ഒപ്പാക്ക്. കാറ്ററാക്റ്റിൻ്റെ കേസിൽ നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് ഒപ്പാക്കായി പോകുന്നതാണ് രോഗത്തിന് കാരണം. കണ്ണിൻ്റെ ലെൻസ് ഒപ്പാക്കായി പോകുന്നതാണ്. ഒപ്പാക്കാവുക മീൻസ് ലൈറ്റ് കടത്തിവിടൂല. കണ്ണിൻ്റെ ലെൻസിലൂടെ ലൈറ്റ് കടന്നു വന്ന് നമ്മുടെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യൂ? നമുക്കൊരു വസ്തുവിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇവിടെ കാറ്ററാക്റ്റ് വന്നൊരു വ്യക്തിയുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഐ ലെൻസ് ബിക്കം ഒപ്പാക്ക്. ഐ ലെൻസ് ഒപ്പാക്കായി പോകുന്നു. ഐ ലെൻസ് നമുക്ക് ലൈറ്റ് കടത്തിവിടുന്നില്ല. ദെൻ എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇംപ്ലാന്റ് ആർട്ടിഫിഷ്യൽ ലെൻസ് ത്രൂ സർജറി. നമ്മൾ എന്ത് ചെയ്യണം? ലെൻസ് മാറ്റി വെക്കണം, കണ്ണിൻ്റെ ലെൻസ് മാറ്റി വെക്കണം. എന്നിട്ട് എങ്ങനത്തെ ലെൻസ് നമ്മൾ യൂസ് ചെയ്യും? അവിടെ ആർട്ടിഫിഷ്യൽ ലെൻസ് നമ്മൾ യൂസ് ചെയ്യും. കണ്ണിൻ്റെ ലെൻസിന് പകരം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? ആർട്ടിഫിഷ്യൽ ലെൻസ് യൂസ് ചെയ്യുന്നു. സോ ഇംപ്ലാന്റ് ആർട്ടിഫിഷ്യൽ ലെൻസ് ത്രൂ സർജറി, അതാണ് കാറ്ററാക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്ററാക്റ്റ് റീസൺ എന്താണ്? ഐ ലെൻസ് ബിക്കം ഒപ്പാക്ക് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്താ? ഇംപ്ലാന്റ് ആർട്ടിഫിഷ്യൽ ലെൻസ് ത്രൂ സർജറി. സർജറി നടത്തി ആർട്ടിഫിഷ്യൽ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുക, അതാണ് കാറ്ററാക്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഡിസീസ്, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ചോദ്യ സാധ്യത കൂടുതലുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്നതിൻ്റെ റീസൺ ഫെയിലിയർ ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസുമ.
നിങ്ങളുടെ കണ്ണിൻ്റെ അക്വസ് ചേംബറിലെ അക്വസ് ഹ്യൂമർ ഉണ്ട്, അത് ഫോം ചെയ്യുന്നത് ബ്ലഡ് എന്നാണെന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഇത് തിരിച്ചെന്ത് ചെയ്യും, റീഅബ്സോർബ് ചെയ്യും നമ്മുടെ ബ്ലഡിലേക്ക് തന്നെ. എപ്പോഴാണോ ഈ അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ പ്രോപ്പറായി നടക്കാതെ വരുന്നത്, അതിൻ്റെ റിസൾട്ടായിട്ട് പ്രഷർ ഇൻക്രീസസ്, കണ്ണിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ ഒപ്റ്റിക് നെർവ് ഗെറ്റ്സ് ഡാമേജ്ഡ്. അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാണ്ടിരിക്കുന്നത് മൂലം കണ്ണിനകത്ത് പ്രഷർ കൂടും. ഒപ്റ്റിക് നെർവിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഒപ്റ്റിക് നെർവ് ഡാമേജ്ഡ് ആവും. ഓക്കെ, ഇനി എന്താണ് ട്രീറ്റ്മെൻറ്റ്? മെഡിസിൻസ്, നമുക്കിതിനു വേണ്ട മെഡിസിൻസ് യൂസ് ചെയ്യാം. ലേസർ ട്രീറ്റ്മെൻറ്റ്, സർജറി, ഇത്രയാണ് നമ്മൾ ഗ്ലോക്കോമക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത രോഗം കൺജങ്ക്റ്റിവൈറ്റിസ്. കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത് ചെങ്കണ്ണാണ് കേട്ടോ. കൺജങ്ക്റ്റിവൈറ്റിസ് എന്താണ്? നമ്മുടെ ചെങ്കണ്ണാണ്. കണ്ണൊക്കെ ചുവന്ന് വരുന്ന ഒരു ഡിസീസ് ഇല്ലേ, അതാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. റീസൺ എന്താണ്? ഇൻഫെക്ഷൻ ഇൻ ദ കൺജങ്ക്റ്റൈവ. കണ്ണിൻ്റെ കൺജങ്ക്റ്റൈവക്ക് വരുന്ന ഇൻഫെക്ഷനാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. ട്രീറ്റ്മെൻറ്റ് എന്താണ്? ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സ്. ട്രീറ്റ്മെൻറ്റ് എന്താണ്? ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സ്. നമുക്ക് കണ്ണിനകത്ത് തടാനുള്ള ഓയിൻമെൻറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ ഡ്രോപ്സ് കിട്ടും, അത് നമ്മൾ യൂസ് ചെയ്യാം. ഇതാണ് ഐ ഡിസീസസ്. കംപ്ലീറ്റ് ആയിട്ടില്ലേ? ഇന്നുണ്ട്. ദെൻ അടുത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതി. അടുത്ത രോഗമാണെന്ത്? ഡയബറ്റിക് റെറ്റിനോപ്പതി. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും, ഡയബറ്റിസ് മൂലമാണ് ഇത് വരുന്നത്. അപ്പോൾ റീസൺ എന്താണ്? അൺകൺട്രോൾഡ് ഡയബറ്റിസ്. ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആവുന്ന സമയത്ത് അത് നമ്മുടെ കണ്ണിനെ എഫക്റ്റ് ചെയ്യും. അതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇഞ്ചക്ഷൻസ് ഉണ്ട്, അതുപോലെ സർജറി ഉണ്ട്. ഇനി ഓഫ് കോഴ്സ് ഇവിടെ ചെയ്യേണ്ടത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക, അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഇഞ്ചക്ഷൻസ് എടുക്കാം, സർജറി ചെയ്യാം. ഏതെങ്കിലും ഒന്നാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നെക്സ്റ്റ് എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാവുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം എന്താണ്? ഇറ്റ്സ് ആക്ച്വലി എ ഡെഫിഷ്യൻസി ഡിസീസ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സ് ആൻഡ് ഫുഡ്. വൈറ്റമിൻ എ അടങ്ങിയ സപ്ലിമെൻറ്റ്സ് കഴിക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പേര് നമ്മൾ ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പേര്. ഓക്കെ, ഓരോ ഫുഡ് ഐറ്റം അയച്ചാൽ മതി. മീൻസ് ഓരോ ഫുഡ് ഐറ്റം കമൻറ്റുകളായി രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം എന്താണ്? വൈറ്റമിൻ എയുടെ കുറവാണ്. വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഇതിന് ലഭ്യമല്ല. നന്നായി വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് കഴിക്കുക. അപ്പോൾ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഡിസീസ് സീറോഫ്താൽമിയ. അടുത്ത രോഗം എന്താണ്? സീറോഫ്താൽമിയ. ഇതും ശരിക്കും വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് തന്നെയാണ്. പക്ഷേ എങ്ങനെയാണെന്നറിയോ? ഡ്യൂ ടു പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. കുറേ കാലത്തേക്ക് നിങ്ങൾ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം ഒന്നും തന്നെ കഴിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. ഹിയർ കോർണിയ ബിക്കംസ് ഒപ്പാക്ക്. ഇവിടെ കണ്ണിൻ്റെ കോർണിയ എന്തായി മാറും? ഒപ്പാക്കായി മാറും. നിങ്ങൾക്കറിയാം, കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ട് പാർട്ടാണ് കോർണിയ. ഈ കോർണിയ വഴിയാണ് ലൈറ്റ് ആദ്യം കടന്ന് കണ്ണിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത് ആണല്ലോ. അപ്പോൾ ആ ഭാഗം തന്നെ ഒപ്പാക്കായി പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം കണ്ണിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സീറോഫ്താൽമിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ഹിയർ ദ കോർണിയ ബിക്കംസ് ഒപ്പാക്ക്. കോർണിയ ഒപ്പാക്കായി പോകുന്നു. ഓക്കെ, ലൈറ്റ് കടത്തി വിടുന്നില്ല. ട്രീറ്റ്മെൻറ്റ് നോക്കിയേ, വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സ് ആൻഡ് ഫുഡ്. വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സും ഫുഡും യൂസ് ചെയ്യാം. അതുപോലെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ. ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി തീരെ ഇതിനെ കൊണ്ട് ഒരു രക്ഷയുമില്ല എന്നാണെങ്കിൽ നമുക്ക് കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ, ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. പിന്നെ ലോങ് സൈറ്റഡ്നെസ്സിൻ്റെയും അതിൻ്റെ റെക്ടിഫിക്കേഷൻ്റെയും ഒരു പിക്ചർ നമുക്ക് അവിടെ റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം പിക്ചർ തന്നെയാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ടേബിളിൽ പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചോളൂ. ചിലപ്പോൾ എക്സാമിന് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാലോ,
നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ മുക്കും മൂലയും നിങ്ങൾ പഠിച്ചിരിക്കണം, കാരണം ആ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, മാറിയ ടെക്സ്റ്റ് ബുക്കാണ്, എങ്ങനെ ചോദ്യം വരുന്നു എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ടെക്സ്റ്റിലില്ല ഓരോ പിക്ചേഴ്സും ഓരോ സെൻറ്റൻസും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എസ്. നമുക്കത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദയവേത് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. പല സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള നോട്ട്സും കിട്ടുന്നുണ്ടാവും, ഷോർട്ട് നോട്ട്സ് കിട്ടുന്നുണ്ടാവും അല്ലേ, കരക്ക് കാച്ചി കുറുക്കിയ പോലത്തെ കുറേ നോട്ടുകളൊക്കെ കിട്ടുന്നുണ്ടാവും. അത് പഠിച്ചോ, പഠിക്കേണ്ടെന്നല്ല, പക്ഷെ അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് മസ്റ്റ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, വായിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ മാർക്ക് ലോസിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് പഠിച്ചോ, നിങ്ങൾക്ക് പറ്റും, പഠിക്കണം. നെക്സ്റ്റ്, ഇനി നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എത്രയോ രോഗങ്ങൾ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളൊന്നും കണ്ണിന് വരാതിരിക്കാൻ നമ്മളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കണം. നമുക്ക് നോക്കാം. വേൾഡ് സൈറ്റ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ 2nd Thursday of October. നമ്മുടെ വേൾഡ് സൈറ്റ് ഡേ അല്ലെങ്കിൽ വേൾഡ് വിഷൻ ഡേ എന്ന് പറയുന്നത് എല്ലാ വർഷവും 2nd Thursday of Octoberലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് WHO, ആൻഡ് ദ ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ്, ഈ 2 ഏജൻസികളാണ് ദി കോൾ ഫോർ ദ ഒബ്സർവൻസ് ഓഫ് ദിസ് ഡേ ടു റേസ് അവെയർനെസ് ഓൺ ദ ഐ ഹെൽത്ത് കെയർ. മക്കളിത് സംഭവം ഒന്നുമില്ല, നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതിൻ്റെ ഒരു അവെയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേൾഡ് സൈറ്റ് ഡേ ആയിട്ട് ഒക്ടോബറിലെ 2ാമത്തെ ചൊവ്വാഴ്ച നമ്മളിത് 2ാമത്തെ തേഴ്സ്ഡേ, ഓക്കെ ചൊവ്വാഴ്ചയല്ല, തേഴ്സ്ഡേ, വ്യാഴാഴ്ച, ഓക്കെ 2ാമത്തെ വ്യാഴാഴ്ച നമ്മളിത് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡ് സൈറ്റ് ഡേ എന്ന് പറയുന്നത് 2nd Thursday of October എല്ലാ ഇയറിലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഡേയുടെ ഒബ്സർവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല, നിങ്ങളിതൊന്ന് വായിച്ച് വിട്ടാൽ മതി. വായിച്ച് വിടണേ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമായതുകൊണ്ട് വായിച്ചിട്ടെങ്കിലും വിടണം, അതൊന്ന് വായിച്ച് നോക്കണം. ദെൻ ദ മെസ്സേജ് ഓഫ് വേൾഡ് സൈറ്റ് ഡേ 2024 is ചിൽഡ്രൻ ലവ് യുവർ ഐസ്. ഓക്കെ, അതായത് ഇതിൻ്റെ മെസ്സേജാണ് 2024 വേൾഡ് സൈറ്റ് ഡേയുടെ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, ലവ് യുവർ ഐസ്. ഓക്കെ, ചിൽഡ്രൻ ലവ് യുവർ ഐസ്. ദാറ്റ് മീൻസ് ഇതെല്ലാം എന്തിനെയാണ് കാണിക്കുന്നത്, നമ്മുടെ കണ്ണിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സ്ക്രീൻ ടൈമൊക്കെ ധാരാളം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പലപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ടായാലും നമ്മുടെ ടൈം പാസിന് വേണ്ടിയിട്ടായാലും കയ്യിൽ മൊബൈൽ ഫോണോ ടാബ്ലറ്റോ ഒക്കെ കരുതുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം പലപ്പോഴും വളരെ മോശം അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പ്ലീസ് ലവ് യുവർ ഐസ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ, അതിനു വേണ്ട പരിപാലനം നൽകൂ. ഓക്കെ, അതാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം. ഓക്കെ, അതുകൊണ്ടാണ് വേൾഡ് സൈറ്റ് ഡേ നമ്മൾ ആചരിക്കുന്നത്, കണ്ണിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ചുള്ള അവെയർനെസ് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ കണ്ണുകൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, നിങ്ങളുടെ കണ്ണുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫോർ അവർ ഐസ്. നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾ കൊടുത്തേ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 കാര്യങ്ങൾ സൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വാഷ് ദ ഐസ് ഫ്രീക്വൻ്റ്ലി വിത്ത് ക്ലീൻ വാട്ടർ. ശുദ്ധമായ വെള്ളം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ എന്ത് ചെയ്യണം, ഇടക്കിടക്കൊന്ന് കഴുകി വൃത്തിയാക്കുന്നത് നല്ലതാണ്. ഈറ്റ് ഫുഡ് റിച്ച് ഇൻ വൈറ്റമിൻ എ. വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ യൂസ് ചെയ്യണം. ഓക്കെ, വൈറ്റമിൻ എ ഉണ്ടാവണം അതിനകത്ത്. ദെൻ ഡോൺ റബ് യുവർ ഐസ്. കണ്ണിൽ പൊടിയോ മറ്റോ പോയി കഴിഞ്ഞാൽ കണ്ണ് തിരുമ്പുന്ന ഒരു പരിപാടി, റബ്ബ് ചെയ്യുന്ന ഒരു പരിപാടി നമുക്കൊക്കെ ഉണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. എന്തെങ്കിലും സ്ക്രാച്ചസ് ചിലപ്പോൾ അത് കണ്ണിൽ ഉണ്ടാക്കിയേക്കാം പൊടിയുടെ ഹാർഡ്നെസ് അനുസരിച്ച്. സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഡോണ്ട് റബ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ എന്ത് ചെയ്യാൻ പാടില്ല, തിരുമ്മാൻ വേണ്ടി പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല, റബ്ബ് ചെയ്യാൻ വേണ്ടി പാടില്ല. ദെൻ ഗിവ് യുവർ ഐസ് എ റെസ്റ്റ്. നിങ്ങളുടെ കണ്ണിന് അത്യാവശ്യം റെസ്റ്റ് കൊടുക്കണം. ഫോളോ 20-20-20 റൂൾ. അതായത് ടു കോമ്പാറ്റ് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഫ്രം കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫോൺസ്. നിങ്ങൾ കമ്പ്യൂട്ടറും ഫോണൊക്കെ കണ്ടിന്യൂസ് ആയി, അതായത് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്ന മീൻസ് കൂടുതൽ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എവറി 20 minutes കഴിയുമ്പോഴും ലുക്ക് അറ്റ് സംതിങ് 20 feet away for 20 seconds.
ഒരു 20 മിനിറ്റ് നിങ്ങൾ ഫോണോ കമ്പ്യൂട്ടറോ ടാബ്ലറ്റോ ഒക്കെ നോക്കിക്കഴിഞ്ഞാലേ ഒരു 20 ഫീറ്റ് 20 അടി അകലെയുള്ള ഒരു വസ്തുവിനാ നിങ്ങളൊരു 20 സെക്കൻഡ് സമയത്തേക്കൊന്ന് നോക്കണം. മീൻസ് കണ്ണിന് അതൊരു റെസ്റ്റാണ് ശരിക്കും. അടുത്തുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾക്കൊരു മോചനമാണത്. നിങ്ങൾ കുറച്ച് ദൂരെയുള്ള വസ്തുവിനെ ഒരു 20 സെക്കൻഡ്സ് ഒന്ന് നോക്കിയിരിക്കുക. അത് നിങ്ങളുടെ കണ്ണിന് റിലാക്സേഷൻ നൽകും. ദെൻ ബ്ലിങ്ക് ഫ്രീക്വൻ്റ്ലി, കണ്ണ് ഇടക്കിടക്കൊന്ന് ചിമ്മുക. സ്റ്റേ ഹൈഡ്രേറ്റഡ്, ധാരാളം വെള്ളം കുടിക്കുക. ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, ഉറങ്ങുക. എന്ന് വെച്ച് രാവും പകലും കിടന്നുറങ്ങാനല്ല, ഒരു പ്രോപ്പർ ടൈം, ഒരു 8 hours നിങ്ങൾ ഉറങ്ങിയാൽ നല്ലത് തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവും പഠിത്തവുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ കണ്ടിന്യൂസ് പഠിക്കുന്നത് കൊണ്ടും നിങ്ങൾ ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് കൊണ്ടും എന്നിട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്നും ക്ലാസ്സുകൾ ഒരുപാട് കേൾക്കുന്ന ആൾക്കാരാണ്, ഫോണിലൂടെ ആയാലും കമ്പ്യൂട്ടറിലൂടെ ആയാലും. സോ ആഫ്റ്റർ ദാറ്റ് കണ്ണിന് റെസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8 hour സ്ലീപ്പ് മിനിമം നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ദെൻ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് പല സ്കൂളിലും സ്പോർട്സ് ഡേയും അങ്ങനത്തെ സ്പോർട്സ് മീറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യാം, പറ്റുവാണെങ്കിൽ വിയർ സൺഗ്ലാസ് യൂസ് ചെയ്യുക. ദെൻ ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. എല്ലാ മീൻസ് എല്ലാ ന്യൂട്രിയൻ്റ് അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഭക്ഷണശീലത്തിൽ ഡെയിലി ഡയറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. എല്ലാ പോയിൻറ്റ്സൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും കുറച്ച് പോയിൻറ്റ്സൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ പോയിൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ഐസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്പെഷ്യലി സ്ക്രീൻ ടൈമിനെ കുറിച്ചിട്ട് തന്നെയാണ്. നോക്കിക്കോളൂ. ഹാവൻറ്റ് യു ഹേർഡ് അബൌട്ട് ദ ഡൊണേറ്റിംഗ് ദ ഐ ഈസ് എ നോബിൾ ആക്ട്? കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എത്രയോ ആൾക്കാർ കാഴ്ച മീൻസ് ഒരു വസ്തുവിനെയും കാണാൻ പറ്റാതെ അല്ലേ, അത്രയും ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റിലേക്കൊക്കെ പോയ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. എത്രയോ പേർക്ക് കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അത് ചിലപ്പോൾ അപകടങ്ങളിൽ പെട്ടിട്ട് കാഴ്ച നഷ്ടമായതായിരിക്കാം, അല്ലെങ്കിൽ ജന്മന കാഴ്ചയില്ലാത്ത ആൾക്കാരായിരിക്കാം. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖം കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? അതിനൊന്നും സാധിക്കാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലേ. ഇനി അങ്ങനെ ഒരാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണം എന്നില്ല. കാരണം എന്താ, നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷമിക്കാനൊന്നുമില്ല. എന്നാൽ കാഴ്ചശക്തി ഉള്ളവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു ശക്തിക്ക്, ഈ ഒരു കാഴ്ചശക്തിക്ക് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം അല്ലേ. നമ്മൾ മീൻസ് എന്താ, നമുക്ക് നല്ല കാഴ്ചശക്തി തന്ന ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. ഇനി ഡൊണേറ്റിംഗ് ഐ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോബിൾ ആക്ട്. ഓക്കെ, ആക്ച്വലി ഇറ്റ് ഈസ് എ നോബിൾ ആക്ട്. കാരണം കാഴ്ചശക്തി ഇല്ലാത്ത ഒരാൾക്ക് നമ്മുടെ മരണശേഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യാവുന്നതാണ്. ഓക്കെ, മരിച്ച ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരുപാട് ന്യൂസൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ മരണശേഷം നമ്മുടെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കണ്ണ് ദാനം ചെയ്യാവുന്നതാണ്. ഓക്കെ, കണ്ണ് ചൂഴ്ന്നെടുക്കുകയൊന്നുമില്ല, കണ്ണിൻ്റെ കോർണിയയാണ് കളക്ട് ചെയ്യുന്നത്. ഇനി കണ്ണ് എടുത്ത ആ സ്പേസിനകത്ത് ഒരു പെർട്ടിക്കുലർ ഷേപ്പ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഐ അവിടെ ഫിറ്റ് ചെയ്യും. ഒരിക്കലും അത് നമ്മുടെ ഡെഡ് ബോഡീനെ വികൃതമാക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പേടിയൊന്നും ആർക്കും വേണ്ട. ഐ ഡൊണേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോബിൾ ആക്ട്. ഓക്കെ, അപ്പോൾ കോർണിയ ഗെറ്റ് സർജിക്കലി ട്രാൻസ്പ്ലാന്റഡ്. ഐ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും എന്താണ് മാറ്റിവെക്കുന്നത്, കളക്ട് ചെയ്യുന്ന എന്താണ്, കണ്ണിൻ്റെ കോർണിയാണ് സർജിക്കലി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ദോസ് ഹു ഹാവ് ലോസ്റ്റ് ദെയർ വിഷൻ ഡ്യൂ ടു ദ ഡാമേജ് ഓഫ് കോർണിയ ഡാമേജ് കൊണ്ട് വിഷൻ ഇല്ലാത്ത ഒരുപാട് പേർക്ക് ഈ കോർണിയ മാറ്റിവെക്കൽ അല്ലെങ്കിൽ ഈ ഐ ഡൊണേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ WHO പറയുന്ന ഒരു കാര്യമാണ്, ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 5 ഷുഡ് സ്പെൻഡ് ഓൺലി an hour or less ഓൺ ഡിജിറ്റൽ ഡിവൈസ്. അതായത് നമ്മളൊക്കെ ഡിജിറ്റൽ ഡിവൈസിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ളത് ഡിജിറ്റൽ ഡിവൈസാണ് ആണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു 1 hour മാത്രമേ മാക്സിമം 1 hour മാത്രമേ ഈ ഡിജിറ്റൽ ഡിവൈസിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ ദോസ് ഹു ആർ ബിലോ 1 year ഷുഡ് നോട്ട് യൂസ് സച്ച് ഡിവൈസസ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല.
അത് പലതരത്തിലുള്ള അസുഖങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിർച്വൽ ഓട്ടിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുട്ടികളിലേക്ക് വരാനുള്ള സാധ്യത ഈ ഓവർ സ്ക്രീൻ ടൈം കൊണ്ട് ഉണ്ടാകും. സോ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അനിയനും അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും അവരുടെ കയ്യിലേക്ക് അധികം കൊടുക്കാതിരിക്കുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ്, ടു മച്ച് സ്ക്രീൻ ടൈം. ദ സെയിം തിങ് ആണ് മീൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. സ്ക്രീൻ ടൈമിൻ്റെ അളവ് പ്രത്യേകിച്ചും നിങ്ങൾ ടീനേജേഴ്സിൽ, അതുപോലെ തന്നെ സ്മോൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് കിഡ്സിൽ അവരൊന്നും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല, സ്മോൾ കിഡ്സ്. ഇനി ടീനേജേഴ്സിൻ്റെ കേസോ, നമുക്ക് ഫുൾ ടൈം ഫോൺ അഡിക്ഷൻ തോന്നുന്നൊരു പ്രായമാണിത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങളിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പല പഠനാവശ്യങ്ങൾക്കും ഫോൺ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ലിറ്റിൽ ബിറ്റ് എൻ്റർടൈൻമെൻറ്റിനും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം, അത്യാവശ്യങ്ങൾക്ക് മാത്രം ഇത് യൂസ് ചെയ്യുക. ഇതുകൊണ്ട് ഈ ഓവർ സ്ക്രീൻ ടൈം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. ഓക്കെ, ഇതെന്ത് ചെയ്യും? നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ്, നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. ഓവർ സ്ക്രീൻ ടൈം ഉള്ള ഒരാൾക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുകയില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും, അതുപോലെ തന്നെ അച്ഛനും അമ്മയും കുട്ടികൾ തമ്മിലുള്ള റിലേഷൻ ആയാലും, ഇതിനെയൊക്കെ മോശമായിട്ട് എന്ത് ബാധിക്കുന്നുണ്ട്? നമ്മുടെ സ്ക്രീൻ ടൈം ബാധിക്കുന്നുണ്ട്. നമ്മുടെ ക്വാളിറ്റി ഫാമിലി ടൈം എന്ന് പറയേണ്ട സമയത്ത് അല്ലേ, നമ്മുടെ ക്വാളിറ്റി ആയിട്ടുള്ള നമ്മൾ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ടൈമിൽ പലരും ഫോണും പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ അവിടെ ഡാമേജ്ഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്സും ഒക്കെ, നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി സർക്കിൾസ്, ഇവയൊക്കെ എന്ത് ചെയ്യാം? ബാഡ്ലി എഫക്റ്റ് ചെയ്യും സ്ക്രീൻ ടൈമിൻ്റെ, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഓവർ ആവുന്നത് കൊണ്ട്. ഓക്കെ, നമ്മൾ എൻറ്റയർലി ഡിപ്പെൻഡിങ് അപ്പോൺ അവർ ഫോൺ. നമ്മൾ നമ്മുടെ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് 24 മണിക്കൂറും എങ്കിൽ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് പോവും, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതാവും, സോഷ്യൽ റിലേഷൻഷിപ്പും ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ഓവർ സ്ക്രീൻ ടൈം ഈസ് ആക്ച്വലി എന്താണ്? വളരെ ബാഡ്, ഈവിളാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് മാക്സിമം കുറക്കുക. പഠനാവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുക, ലിറ്റിൽ ബിറ്റ് എൻ്റർടൈൻമെൻറ്റിന് യൂസ് ചെയ്യുക, അതിൽ കൂടുതൽ അത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള വിഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടെസ്റ്റുകളുണ്ട്. ഓക്കെ, ദർ ആർ സെവറൽ ചാർട്ട്സ് യൂസ്ഡ് ടു ടെസ്റ്റ് വിഷ്വൽ ആക്ടിവിറ്റി. നമ്മുടെ വിഷൻ പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പിലുള്ള ചാർട്ട് നമുക്ക് ഉണ്ട്. എമംഗ് ദ കോമൺലി യൂസ്ഡ് വൺ ആസ് സ്നെല്ലർ ചാർട്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. സ്നെല്ലർ ചാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കുറേ പിന്നെ ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ വരുന്ന ഒരു ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് ഓഫ് ലെറ്റേഴ്സ് ഓർ സിമ്പിൾസ് ദാറ്റ് ഡിക്രീസ് ഇൻ സൈസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും സൈസ് കുറഞ്ഞു വരുന്ന രീതിയിൽ കുറേ ലെറ്റേഴ്സും സിമ്പിൾസും ഒക്കെ എന്തിലുണ്ട്? സ്നെല്ലർ ചാർട്ടിലുണ്ട്. ഇൻ ദ ടെസ്റ്റ് ദ പേഴ്സൺ സ്റ്റാൻഡ് 20 feet എവേ, അതായത് 20 അടി ദൂരെയാണ് നിൽക്കുക. ഈ ഒരു ചാർട്ട് വായിക്കാൻ വേണ്ടിയിട്ട് കാഴ്ചക്ക് തകരാറുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന ഒരു വ്യക്തി ഈ ചാർട്ടിൽ നിന്നും 20 feet അകലെ നിൽക്കണം, 20 feet എവേ നിൽക്കണം. ആൻഡ് റീഡ്സ് ദ സ്മോളസ്റ്റ് ലൈൻ ദാറ്റ് ക്യാൻ ബി ക്ലിയർലി സീൻ വിത്ത് വൺ ഐ. നിങ്ങൾക്ക് ഒരു കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ലെറ്റേഴ്സ്. ഓക്കെ, ഏറ്റവും ചെറിയ ലൈൻ, ഏത് ലൈനാണോ നിങ്ങൾക്ക് പ്രോപ്പർലി കാണാൻ പറ്റുന്നത് ആ ലൈൻ നിങ്ങൾ വായിക്കണം. ദ റിസൾട്ട്സ് ആർ റെക്കോർഡഡ് ആസ് എ ഫ്രാക്ഷൻ. This simple but effective test is an important part of routine eye test. നിങ്ങൾ ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ നിങ്ങൾ കാണുന്ന ഒരു ചാർട്ടായിരിക്കും ഇത്. എല്ലാ സ്ഥലങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. There are many such charts in use that include letters and symbols. ഇതുപോലെ ധാരാളം ചാർട്ടുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇനി in addition to this, ഇത് കൂടാതെ many modern devices are used to ഡു ഐ ടെസ്റ്റ്. ഐ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ഡിവൈസസ് കൂടി ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡിവൈസസ് കാണാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് റെറ്റിനോസ്കോപ്സ്,
ടോണോമീറ്റേഴ്സ് ആൻഡ് ഇഷിഹാര പ്ലേറ്റ്സ്. കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഐ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിൻ്റെ. റെറ്റിനോസ്കോപ്പ്, ടോണോമീറ്റേഴ്സ് ആൻഡ് ഇഷിഹാര പ്ലേറ്റ്സ്. ഇഷിഹാര പ്ലേറ്റും റെറ്റിനോസ്കോപ്പും ടോണോമീറ്റേഴ്സും ഒക്കെ ഇതുപോലത്തെ ചില ഡിവൈസസ് ആണ്. ഇനി ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു എക്സ്ട്രാ റീഡിങ്ങിനായി കൊടുത്തിരിക്കുന്ന ഒരു പോർഷനാണ് ഒഫ്താൽമോളജി ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്കറിയാം, ഈ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രീം സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. നമ്മൾ ഏത് രീതിയിലേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ വരേണ്ട കാലഘട്ടമാണ് ഇനി വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഡീറ്റെയിൽസ് കൂടി പ്രൊവൈഡ് ചെയ്യാണ് ഈ ഒരു ബോക്സ്. നമുക്ക് നോക്കാം. ഒഫ്താൽമോളജി ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. Ophthalmology is a specialized branch of medicine that deals with the diagnosis, treatment and prevention of eye disease and disorders. ഐ ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന, അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. An ophthalmologist is a medical doctor trained to provide comprehensive eye care including surgery. ഒരു ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത് ഐ ഡിസീസിനെ കുറിച്ചൊക്കെ ധാരണയുള്ള ഇൻക്ലൂഡിങ് സർജറിയും കൂടി ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഐ സർജറിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനും കൂടി കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ദിസ് കരിയർ പാത്ത് ബിഗിൻസ് വിത്ത് എൻ MBBS ഡിഗ്രി. നിങ്ങൾക്ക് ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ +2 പഠനത്തിന് ശേഷം നിങ്ങളൊരു MBBS ഡിഗ്രി എടുക്കുക എന്നുള്ളതാണ്. ഫർദർ എ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി. അതിനുശേഷം ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ, അതായത് MD ഓർ MS നിങ്ങൾ എടുക്കണം. ഓർ ഡിപ്ലോമ ഇൻ ഒഫ്താൽമോളജി ഷുഡ് ബി ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഒന്നുകിൽ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് MD എടുക്കണം, അല്ലെങ്കിൽ MS എടുക്കണം, അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഒഫ്താൽമോളജി നിങ്ങൾ ചെയ്യണം. ദെൻ ഒഫ്താൽമിക് അസിസ്റ്റൻസ് ആർ ദോസ് ഹൂ പെർഫോം ഐ എക്സാമിനേഷൻസ് എലോങ് വിത്ത് ഒഫ്താൽമോളജിസ്റ്റ്. ഒഫ്താൽമിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പോസ്റ്റും കൂടി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒഫ്താൽമിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ദോസ് ഹൂ പെർഫോം ഐ എക്സാമിനേഷൻ എലോങ് വിത്ത് ഒഫ്താൽമോളജിസ്റ്റ്. ഒഫ്താൽമോളജിസ്റ്റ് മീൻസ് ദാറ്റ് ആ ഡോക്ടറിൻ്റെ കൂടെ തന്നെ ഐ എക്സാമിനേഷൻസിന് വേണ്ടി നിൽക്കുന്ന ഒരു പെർട്ടിക്കുലർ പോസ്റ്റാണ് ഒഫ്താൽമിക് അസിസ്റ്റൻ്റ്. ഓക്കെ, അതായത് ആ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന ആൾ. ദേ കറക്റ്റ് ലെൻസസ്, ഡിറ്റക്ട് ഏർലി സൈൻസ് ഓഫ് ഐ ഡിസീസ് ആൻഡ് അസിസ്റ്റ് ഇൻ പേഷ്യൻ്റ് കെയർ. ഇവരുടെ ഡ്യൂട്ടി എന്താണ്? അവർ ലെൻസൊക്കെ കറക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഡിറ്റക്ട് ഏർലി സൈൻസ് ഓഫ് ഐ ഡിസീസ്. ഐ ഡിസീസിൻ്റെ ഏർലി സിംറ്റംസ് ഉണ്ടാവും, അതൊക്കെ അവർക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദേ വിൽ അസിസ്റ്റ് ഇൻ പേഷ്യൻ്റ് കെയർ. പേഷ്യൻസിനെ കെയർ ചെയ്യാൻ വേണ്ടി ഡോക്ടർ അസിസ്റ്റ് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട്. ദർ ആർ സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഒപ്റ്റിക്കൽ ഡിസ്പെൻസറി പ്രൊവൈഡിങ് ഐ ഗ്ലാസസ് ആൻഡ് കോണ്ടാക്ട് ലെൻസസ്. ഐ ഗ്ലാസും കോണ്ടാക്ട് ലെൻസും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരുപാട് എന്താ പറയുക ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് ഈ ഒഫ്താൽമിക് റീജിയൻസിൽ. ഓക്കെ, ഈ ഒഫ്താൽമിക് ഏരിയാസിൽ. ദെൻ ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ഐ കെയർ ഹാസ് ഓപ്പൺഡ് അപ്പ് ന്യൂ അവന്യൂസ് ഫോർ റെറ്റിന സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റ് ആൻഡ് ഓക്കുലർ ഓങ്കോളജിസ്റ്റ്. അതായത് നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, there are many job opportunities in the field like vision therapy, ocular imaging and AI diagnostic. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ. ദർ ആർ മെനി സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓൾസോ. സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു ഏരിയയിൽ ധാരാളമുണ്ട്. ടു എൻ്റർ ആൻഡ് എക്സൽ ദീസ് ഫീൽഡ് one must select suitable courses and acquire necessary clinical and technical skill. ഈ ഒരു ഫീൽഡിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ കോഴ്സ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ നെസസറി സ്കിൽസും കൂടി നിങ്ങൾ അതിന് ഓപ്റ്റ് ചെയ്യണം. എങ്കിലും മാത്രമേ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇത് എക്സ്ട്രാ നോളജിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്, എക്സാമിനൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിലെ ഐയുമായി ബന്ധപ്പെട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട സാധനങ്ങളാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഇനി നമുക്ക് എടുക്കേണ്ടത്
ഹ്യൂമൻ ഇയർ ആണ്. ഓക്കെ, നമ്മുടെ ചെവികളെ കുറിച്ചിട്ടാണ് നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സും കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നല്ല വൃത്തിയിൽ പഠിക്കുക. പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ.